വൈബ് നോക്കിയിട്ട് ചായ കുടിക്കുക എന്നുള്ളത്. ഇപ്പം പ്രത്യേകിച്ച് മഴക്കാലവും മറ്റു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല മഴയും അതുപോലെ തന്നെ നല്ല അന്തരീക്ഷം കൂടി ആകുമ്പോൾ നമ്മൾ ഒന്ന് ബൈക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ലോങ് റൈഡ് പോയിട്ട് ഒരു ചായ കുടിക്കുക എന്നുള്ളത് നല്ലൊരു വൈബാണ്. തീർച്ചയായിട്ടും നല്ലതാണത്. മാനസികോല്ലാസം നൽകുന്ന അല്ലെങ്കിൽ നമ്മൾ മെൻ്റൽ വെൽനെസ്സിന് സപ്പോർട്ട് ചെയ്യുന്ന സാധനം തന്നെയാണ്. ഒന്ന് യാത്ര ചെയ്യുക, കുറച്ചൊന്ന് മഴയൊക്കെ കൊള്ളുക, നല്ലൊരു ചായ കുടിക്കുക, നല്ലതാണ്. പക്ഷേ അതിനൊരു രീതി ഉണ്ടായിരിക്കണം. അതിനൊരു ഹെൽത്തി വേയിലേക്ക് നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. മെൻ്റലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും, ഫിസിക്കലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും, ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല. അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഭക്ഷണത്തിന് മുന്നേ തന്നെ ഈ ഒരു ചായ കുടിക്കുന്ന സിസ്റ്റം വരാതിരിക്കുക. ഒന്നും നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സാലഡ്സോ എന്തെങ്കിലും കഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇതുപോലൊരു ചായ കുടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഒരു 2 അല്ലെങ്കിൽ 3 4 പേരെയൊക്കെ ഒരു ദിവസം ചായ ആവാം, അതിൽ കൂടാതിരിക്കും. പ്രത്യേകിച്ചും ചായയിൽ ടാനിൻ എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് ഒരു കണ്ടന്റ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടാനിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ അമിതമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന മറ്റ് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന അയണിൻ്റെ സപ്ലിമെൻറ്റ്സ് നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ മെറ്റബോളിസം നടക്കാതിരിക്കും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ അയൺ ഡെഫിഷ്യൻസി, ഫെറിറ്റിൻ ഡെഫിഷ്യൻസി, ഹീമോഗ്ലോബിൻ കുറയുക, ഇങ്ങനത്തെ കുറച്ച് അവസ്ഥകൾ വരാറുണ്ട്. അപ്പോൾ ചായ കുടിക്കണം, അതൊരു ഹെൽത്തി ആയിട്ട് ചായ കുടിക്കുക. പിന്നെ നമുക്ക് ചായ നല്ലതാണ്. ഇപ്പോൾ നമുക്കൊരു ഒരു ഒരു ഉറക്കച്ചടവ് വരികയാണ്, ഒരു വീക്ക്നെസ് വരികയാണ്. അപ്പോൾ നമ്മുടെ ബോഡിനെ ഒന്ന് ഉത്തേജിപ്പിക്കാനും നമ്മളൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യിക്കാനും ഒക്കെ ചായയും കോഫിയൊക്കെ നല്ലതാണ്. ആ ഒരു രൂപത്തിലും കൂടി നമ്മളിതിനെ മനസ്സിലാക്കിക്കൊണ്ട് ചായ കുടിക്കുക.